നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും സപ്പോർട്ടിനും കമൻറ്റിനും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പറഞ്ഞ എല്ലാ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം, വേണ്ടുവന്ന റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇന്നലെ കണ്ടോ, കറ്റാർവാഴ തേച്ചതാണ് കേട്ടോ ഇത്. ഞാൻ കാണിച്ചു തന്നല്ലോ. കറ്റാർവാഴ തേച്ച് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമ്മളത് വിടുത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിൽ നിന്ന് പോവും, മാറും കേട്ടോ. ഈ ജെല്ലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ജെല്ല് പോവും, നല്ല സിൽക്കി ആയിട്ട് വരും കേട്ടോ. നല്ല കറ്റാർവാഴ ഒറ്റയ്ക്ക് തേച്ചതാണ് കേട്ടോ, റെഡും യെല്ലോവും കൂടിയിട്ടുള്ളത്. ഞാൻ ഇന്നലെ കാണിച്ചു തന്നല്ലോ. കണ്ടോ, ഇരിക്കും തോറും നല്ല റെഡ് കളറായിരിക്കും വെള്ളത്തിന്. ഇത് മഞ്ഞയും കണ്ടോ, ഇത് രണ്ടിൻ്റെയും കളർ കണ്ടോ, ഇതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഒരു അടിപൊളി ഹെയർ മാസ്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. മുടി നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കും, ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, സിൽക്കി ആയിരിക്കും, പിന്നെയോ ഡാൻഡ്രഫും പോവും കേട്ടോ. അപ്പൊ ഇത്രയും ഗുണങ്ങളാണ് നമുക്ക് ഈ ഒറ്റ ഹെയർ മാസ്കിൽ നിന്ന് കിട്ടുന്നത്. അതെന്താണെന്നറിയണ്ടേ? അപ്പോൾ ഈ ഹെയർ മാസ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നറിയോ? നമുക്ക് കറ്റാർ വാഴ എടുക്കാം, റെഡ് ഇല്ലാത്തവർക്ക് യെല്ലോ എടുക്കാം കേട്ടോ. കറ്റാർ വാഴ എടുക്കാം, പിന്നെ ഒരു സ്പൂൺ തൈരെടുക്കാം, പിന്നെ ഒരു സ്പൂൺ അംല എടുക്കാം. ഈ ആംല, നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ പൊടി എടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് ജ്യൂസാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് പകരം പൊടിയുള്ളവർക്ക് പൊടി എടുക്കാം. അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് കറ്റാർവാഴ എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ സാധനം എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം കേട്ടോ. ഹെയർ മാസ്ക് കറ്റാർവാഴ മുറിച്ചെടുക്കാം കേട്ടോ. കറ്റാർവാഴ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുള്ളു പോലെയുള്ള സംഭവം ആദ്യം കളയാം. രണ്ടറ്റത്തും മുള്ളു പോലെ ഉണ്ടാവും കണ്ടോ, അത് കളയാം. എന്നിട്ട് ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. ഇത് കണ്ടോ, വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുക കണ്ടോ, ജെല്ല് ഒഴുകിക്കൊണ്ടേയിരിക്കുക കണ്ടോ. നമ്മളിത് എങ്ങനെ എടുക്കണ്ടേന്ന് വെച്ചാൽ ഇതുപോലെയുള്ള അരയുള്ള കത്തി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കാം കേട്ടോ. അതുകൊണ്ടിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പം നമുക്ക് കണ്ടോ, ജെല്ല് ഒഴുകണുണ്ടോ, ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഇതുപോലെ കണ്ടോ. കണ്ടോ, ഒഴുകണുണ്ടോ. അപ്പം നമുക്ക് വെള്ളം പോലെ കിട്ടും കേട്ടോ. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി കാണിച്ചു തരുന്നതാണ്, നോക്കിക്കോളൂ. ഈ അര ഉള്ളതാകുമ്പോൾ മുറിയാതെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ജെല്ല് മുറിഞ്ഞുള്ള ജെല്ലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്താ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ കിട്ടുന്നുണ്ടോ, വെള്ളമായിട്ട് തന്നെ കിട്ടുന്നുണ്ടോ ജെല്ല്. ഇങ്ങനെ കിട്ടും, കഷ്ണമല്ലാതെ പീസല്ലാതെ നമുക്ക് ഇങ്ങനെ കിട്ടും കണ്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ തൈര് ചേർക്കാം കേട്ടോ. തൈര് ചേർക്കാം, പിന്നെ എന്താ, തൈര് ചേർത്ത് മിക്സ് ചെയ്യാം. അതിലേക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ ആംല, പൊടിയുള്ളവർക്ക് പൊടി എടുക്കാം, അല്ലെങ്കിൽ ഏകദേശം കണക്കാക്കി ഒരു സ്പൂൺ ആംല നെല്ലിക്ക ജ്യൂസ് കേട്ടോ. ജ്യൂസായിട്ട് അത് എടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം
ഡാൻഡ്രഫിലൊക്കെ ഒക്കെ പോകും കേട്ടോ. തൈര് ഡാൻഡ്രഫ് പോവാനും അലോവേര മുടി വളരാനും മുടി സിൽക്കി ആവാനും ഒക്കെയാണ്. ആംല മുടിക്ക് നല്ല കരുത്താവാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിങ്ങനെ ജെല്ല് കണ്ടോ എടുത്തിട്ട് ഇത് തലമുടിയിലും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നീർപ്പിടുത്തമൊന്നും ഇല്ലാത്തവർക്ക് 1 മണിക്കൂറോ, അല്ലെങ്കിൽ നിങ്ങളിത് ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മുടിയിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നിങ്ങളുടെ ജോലി ചെയ്യാം. അത് കഴിഞ്ഞ് കുളിക്കാൻ നേരത്ത് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇരിക്കും കണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. മുടിക്കൊക്കെ നല്ല, തലയ്ക്കൊക്കെ നല്ല തണുപ്പുണ്ടാവും കണ്ടോ, സിൽക്കി ആയിരിക്കും, മുടി വളരും ചെയ്യും കേട്ടോ നന്നായിട്ട്. അപ്പം ഈ ജ്യൂസ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പച്ച നെല്ലിക്ക മേടിച്ച് ജ്യൂസാക്കി എടുക്കാം. അതല്ല പൊടിയുള്ളവർക്ക് ഇതിലേക്ക് പൊടി അപ്ലൈ ചെയ്യാം കേട്ടോ. 1 സ്പൂൺ പൊടി ആയാലും കുഴപ്പമില്ല. നമ്മൾ വേണ്ട, നല്ല വാസനയാണ് കേട്ടോ ഇത്. ഈ കറ്റാർവാഴ, പിന്നെ ഈ തൈര്, പിന്നെ നെല്ലിക്കയുടെ ഒക്കെ സ്മെല്ല് വരുമ്പോൾ നല്ല സൂപ്പർ മണമാണ്, വാസനയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. തേക്കുമ്പോൾ തന്നെ നല്ല തണുപ്പായിരിക്കും, മുടി നല്ല സിൽക്കി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും പാക്ക് ഉണ്ടാക്കുക, അപ്ലൈ ചെയ്യുക കേട്ടോ. ആഴ്ചയിൽ 1 തവണ നിങ്ങൾക്ക് ഒരു സൂപ്പർ ഹെയർ മാസ്ക് ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ കറ്റാർവാഴയാകുമ്പോൾ മുടി ധാരാളം ഉണ്ടാവും കേട്ടോ. കറ്റാർവാഴ പലതരത്തിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് അതിൽ ഒരു ഈ പാക്കോട് കൂടിയിട്ട് നമുക്ക് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ തൈര് അപ്ലൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. തൈരും കൂടി നമുക്ക് ചേർത്തുകൊണ്ട് ഈ നല്ലൊരു മാസ്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കാം കേട്ടോ. സൂപ്പറാണ് കേട്ടോ, നല്ല റിസൾട്ടാണ്. ഇത് തേക്കുമ്പോൾ നമുക്ക് തലയ്ക്ക് നല്ല കൂളിംഗ് ആയിരിക്കും, നല്ല കൂളിംഗ് ആയിരിക്കും കേട്ടോ. മുടി സിൽക്കി ആയിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ, ഇത് നമ്മുടെ കറ്റാർവാഴ എടുക്കുന്നത് കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ വേണം ജെല്ലെടുക്കാൻ. അതിനായിട്ട് ഈ അരയുള്ള കത്തിയാണെങ്കിൽ നമുക്കിതുപോലെ ജെല്ല് മാത്രമായിട്ട് വരും, പീസാവാതെ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാതെയൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഇത് അപ്ലൈ ചെയ്യണം, എന്നാലല്ലേ നിങ്ങൾക്ക് റിസൾട്ടൊക്കെ കിട്ടുള്ളൂ കേട്ടോ. സമയമുള്ള പോലെ ഏതൊക്കെയാണോ പാക്ക് അതെല്ലാം കണ്ടിട്ട് എളുപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. താരന് വേണ്ടിയിട്ടുള്ളതും മുടി വളരാനുള്ളതും ഹെയർ ഫോൾ തടയാനുള്ളതും മുടിയുടെ ഡ്രൈനെസ് മാറാനുള്ളതും മുടി സ്പ്ലിറ്റ് എൻഡ് ഉള്ളതും പൊട്ടി പോകുന്നതിനും പിന്നെ ഫ്രീസി ഹെയറിനും എല്ലാം പലതരത്തിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മുടി പെട്ടെന്ന് വളരാൻ പറ്റുന്ന ഒരു മാസ്ക് ഞാൻ പറഞ്ഞു, 5 കൂട്ടം കൂടിയത്. അപ്പോൾ അതും നല്ലതാണ്. താമര അല്ലിയുടെയും പിന്നെ മൈലാഞ്ചി, നെല്ലിക്ക, എള്ള്, ഇരട്ടിമധുരം, 5 കൂട്ടം. അത് മുടി നിങ്ങളൊന്നും നോക്കിക്കോളൂ, ഡെയിലി മുടി വളരണമായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ തോന്നാൻ മാത്രമല്ല, അത് നമ്മുടെ അനുഭവം കൂടിയാണ്. നമുക്ക് തോന്നിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് തോന്നുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. ഡെയിലി മുടി വളരാണല്ലോ എന്നുകൂടി പറയും, കാരണം ഞാൻ കേട്ടിട്ടുള്ളതാണത്. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് അടിപൊളി മാസ്കാണ്, പാക്കാണ് കേട്ടോ. നിങ്ങൾക്കപ്പോൾ ആഴ്ചയിൽ 1 ദിവസം അതിടാം. മുടി നല്ല തിക്കായിട്ട് വളരും. ഇപ്പോൾ ഒരു മുടി നോക്കിയിട്ട് ഒട്ടും തിക്നെസ് ഇല്ല എന്നുള്ളവർക്ക് ആ 5 കൂട്ടം ഹെയർ പാക്ക് കേട്ടോ, 5 കൂട്ടം കൂടിയിട്ടുള്ള ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ, എല്ലാ വീഡിയോയിലും ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണാം, അതിലെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇത് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് മുടി കൊണ്ടു നടക്കാൻ പറ്റും കേട്ടോ. ഓരോ ദിവസവും ഓരോ പാക്ക്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയും പാക്കൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ഉപയോഗിക്കാം കേട്ടോ. ഏതൊക്കെ സമയം ഓരോ പാക്ക് നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാം. ഈ ആഴ്ച ഒരു പാക്കാണെങ്കിൽ നിങ്ങൾക്ക് പിന്നത്തെ ആഴ്ച മറ്റൊരു പാക്ക് ഉപയോഗിക്കാം
കേട്ടോ. അങ്ങനെ മാറി മാറി നിങ്ങൾക്ക് പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് മുടിക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ചൊറിച്ചിൽ ഒരു ആവശ്യമില്ലാതെ വെറുതെ ചൊറിച്ചിലുണ്ടാവാം, അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തല വിയർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് പ്രതിരോധ ശക്തി ഇല്ലാത്തത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിറ്റാമിൻസ് അല്ലേ, വിറ്റാമിൻസിൻ്റെ കുറവ് എന്തൊക്കെയാണ്, ഡി വിറ്റാമിൻ വിറ്റാമിൻ ഡി 2 തരത്തിലുണ്ട്, അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്, അത് കുറയുന്നത് മൂലം നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നു, ഹെയർ ഫോളിന് കാരണമാവുന്നത് എന്തൊക്കെയാണ്, ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരു കാരണമില്ലാണ്ട് ഹെയർ ഫോൾ വരുവാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ദിവസം 100 മുടിയൊക്കെ പോവാം. അത് നോർമലായിട്ടുള്ള ഒരു ആൾക്ക് 100 മുടി വരെയും പോവാം കേട്ടോ. പിന്നെ മുടി പോയിട്ട് തിരിച്ച് വന്നില്ലെങ്കിൽ മാത്രം അതെന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെ കൊണ്ടാണ് മുടി കൊഴിച്ചിലുണ്ടാകുന്നതും അപ്പോൾ അതിന് പരിഹാരം എന്തൊക്കെയാണെന്നുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഹെയർ ഗ്രോത്തിൻ്റെ സ്റ്റേജസ് ഉണ്ട്, 3 സ്റ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, റാപ്പിഡ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, സ്ലോ ഡൗൺ ഉണ്ടാവും, പിന്നെ ഷെഡിങ് ഉണ്ടാവും, അതായത് മുടി ഊരിപ്പോക്ക്. അപ്പോൾ ഈ 3 സ്റ്റേജസിനും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, പുതിയതായിട്ട് വന്ന ആൾക്കാർ വീഡിയോ നോക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുക കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിൽ ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നമുക്ക് മുടി കൊഴിച്ചിൽ തടയാം. പെട്ടെന്ന് മുടി കൊഴിച്ചിൽ തടയാൻ പറ്റിയത് എന്തൊക്കെയാണ് അതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ വൈകുന്നേരങ്ങളിൽ മുടി വിടുത്തി പിന്നിട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മുടി ഉറക്കത്തിൽ തല്ലി തല്ലി മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുടി വിടുത്തിയിട്ട് വേണം, ആദ്യം വിരലുകൊണ്ട് വിടുത്തിയിട്ട് വേണം കേട്ടോ നമ്മൾ കോംപ് ചെയ്യാൻ, അല്ലെങ്കിൽ മുടിയെല്ലാം പൊട്ടിപ്പോകും. തുമ്പിന്ന് വേണം കേട്ടോ നിങ്ങൾ വിടുത്തി തുടങ്ങാൻ. തുമ്പിൽ ഉള്ള കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി മാറ്റിയിട്ട് വേണം മുകളിലേക്ക് കയറി പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ തടയാം, നല്ലവണ്ണം ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷനൊന്നും പാടില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ മെൻ്റൽ ടെൻഷൻ ഹെയർ ഫോൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈശ്വരനെ അർപ്പിക്കുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക, നല്ലത് ചെയ്യുക, നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.